നമ്മളുടെ ഇടതും വലതും കാല് വെക്കുമ്പോൾ ഇടത് കാല് എപ്പോഴും വളരെ ലൈറ്റായിട്ടായിരിക്കും വെക്കുന്നത്. ഇടത് കാല് ചവിട്ടുമ്പോൾ എപ്പോഴും ലൈറ്റായിട്ടായിരിക്കും. പക്ഷെ വലത് കാല് എപ്പോഴും സ്ട്രോങ് ആയിട്ടായിരിക്കും വെക്കുന്നത്. അതങ്ങനെയാണ്. വലത് കാല് എപ്പോഴും ഇച്ചിരി കൂടി സ്ട്രോങ് ആയിട്ടേ വെക്കത്തുള്ളൂ. വലത് കാലിന് എപ്പോഴും ഇച്ചിരി ഹെവിനെസ് ഉണ്ടാവും. ലെഫ്റ്റ് ലെഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വളരെ ലൈറ്റായിട്ട് മൂവ് ചെയ്യുന്നതാണ്. ഈ ലെഫ്റ്റും റൈറ്റും പെർഫെക്റ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരു എനർജി ഫോം ആകുന്നുണ്ട്. ഈ കാലുകൾ വെറുതെ ചലിക്കുകയല്ല, പക്ഷെ ചലനം എല്ലാത്തിനും അടിസ്ഥാനമുണ്ട്. അപ്പോൾ ഇടതും വലതും കാൽപാദം പതിയുന്നിടം തെളിയുമ്പോൾ, കാൽപാദം പതിയുന്നിടം തെളിയുമ്പോൾ മാത്രമേ ഇതിന് ഈ പറയുന്ന അഡ്വാൻറ്റേജ് കിട്ടത്തുള്ളൂ. മനസ്സിലായോ? കാൽപാദം പതിയുന്നിടം തെളിഞ്ഞു വരണം, എന്നാൽ മാത്രമേ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായി? ഇടതും വലതും കാല് കൃത്യമായിട്ട്, ഇടത് കാല് വളരെ ലൈറ്റായിരിക്കും, വലത് കാല് വളരെ ഹെവി ആയിരിക്കും. അത് എപ്പോഴും അങ്ങനെ തന്നെ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. മനസ്സിലായി? ക്ഷീണം വരുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു കാലിനായിരിക്കും ക്ഷീണം വരുന്നത്.